അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റിവിഷനിൽ വരുന്നത് എർഗണോമിക്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എർഗണോമിക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ? എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ വർക്കിംഗ് സ്പേസ് എങ്ങനെ അയാൾക്ക് കംഫർട്ടായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. അതിനെയാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അത് ഇരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ടൂൾസ് വെച്ചതിലും എല്ലാത്തിലും നമ്മൾ ആ ഒരു കൃത്യത വേണം. ഇല്ലെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പം ഒരു കമ്പ്യൂട്ടർ ചെയറിൻ്റെ ഹൈറ്റ്, അതും ആ ഡെസ്കുമായിട്ടുള്ള ഹൈറ്റ്, അതൊക്കെ നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ കണ്ണിന് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇതൊക്കെ കൃത്യമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വർക്ക് ചെയ്യുമ്പം ആ ഒരു ഇൻഡസ്ട്രിക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. നമ്മൾ അതായത് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഒരു ഇൻഡസ്ട്രീനെയും കൂടെ ബാധിക്കും. നമ്മൾക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ല, നമ്മുടെ വർക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കുറേ എന്താ പറയുക, അങ്ങനെ ഒരേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനനുസരിച്ച് വർക്കിംഗ് പ്ലേസ് സെറ്റ് ചെയ്ത് കൺവീനിയൻ്റായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഗുണം. നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്താണ് എർഗണോമിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും. അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് പീപ്പിൾ ഇൻ ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഒരാൾക്ക് വർക്കിംഗ് എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെയാണോ അത് എത്രത്തോളം അയാൾ അതിൽ കംഫർട്ടബിൾ ആണോ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എന്ത് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാം അതിൽ വരും. അതായത് വർക്ക് പ്ലേസ് അറേഞ്ച് ചെയ്യുക, പ്രോഡക്ട്സ് ആൻഡ് സിസ്റ്റംസ്, ഇതൊക്കെ കറക്റ്റായിട്ട് ആ ആൾക്ക് ഫിറ്റാകുന്ന പോലെ ചെയ്യണം. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരാൾ ഇയാൾക്കൊരു ഭയങ്കര കണ്ടോ കുറേ ബെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. കാരണം അയാളുടെ വർക്കിംഗ് പോസ്റ്റർ അങ്ങനെയായിരുന്നു, അങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്ത് അയാൾ ഇങ്ങനെ ആയതാണ്. അപ്പോൾ അതാണ് നമ്മൾ എർഗണോമിക്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. കാരണം നമുക്കറിയണം എങ്ങനെ ഇരുന്നാലാണ് കൂടുതൽ കംഫർട്ടബിൾ ആവുക. ഓക്കെ, അപ്പം അതാണ് നമ്മളെ ടോപ്പിക്ക് എർഗണോമിക്സ്. നമുക്ക് എർഗണോമിക്സ് എന്തിനൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒക്യുപ്പേഷണൽ ഹെൽത്ത്. നമ്മളുടെ നമ്മളിപ്പോൾ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ അടുത്തളിക്കുന്ന ചെയർ അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെയൊക്കെ ഹൈറ്റ് അത് കറക്റ്റായിട്ടല്ലെങ്കിൽ, ഒന്നുകിൽ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന നമ്മളിപ്പം ലാബിലാണെങ്കിൽ നമ്മളിപ്പം സ്റ്റൂളിൻ്റെ ഹൈറ്റ് അറിയാലോ, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റ്. അതിലും താണു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും, ബാക്ക് പെയിനും കാര്യങ്ങളും വരും. നല്ല ഹൈറ്റ് ആയി കഴിഞ്ഞാലോ അതിലും നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ചും കൂടെ ഹൈറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് അതായത് ഒക്യുപ്പേഷണൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, സേഫ്റ്റി, പ്രൊഡക്ടിവിറ്റി, ഇതിനൊക്കെ നമുക്ക് എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? എർഗണോമിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ സേഫ് ഫർണിച്ചർ, ഈസി ടു യൂസ് ഇൻ്റർഫേസ്, ഈസി ടു യൂസ് മെക്കാനിക്സ്, ഈസി ടു യൂസ് ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീൻ്റെയാണ് ഈ രണ്ട് പിക്ചർ. നോക്കൂ, ഇതിലിപ്പം കട്ടിംഗ് ആണ് ചെയ്യുന്നത്. കട്ടിംഗ് ടേബിളാണിത്. ഇവിടെ ബൾക്കായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് സ്ട്രെയിറ്റ് നൈഫ് വെച്ചിട്ട് ഒരാൾ. അപ്പോൾ ഈ ഒരു ഹൈറ്റ്, കാരണം ഈ ഒരു ഹൈറ്റ് അല്ലാതെ കുറച്ചും കൂടെ ഹൈറ്റ് ആണെങ്കിൽ അയാൾക്ക് കൈ കുറച്ചും കൂടെ പൊന്തിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചിലപ്പം പെയിൻഫുള്ളായിരിക്കും അല്ലേ. പിന്നെ ഈ നിൽക്കുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമ്മളൊരു ഹിപ്പിൻ്റെ അല്ല വേസ്റ്റിൻ്റെ
അവിടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് വർക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മളെ നമുക്കിപ്പം അറിയാം ലാബിലുള്ളൊരു ടേബിൾ ഉണ്ട് അല്ലേ, അത് നമുക്ക് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ടേബിളാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏകദേശം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പം അയണിങ് ആണ്, ഇൻഡസ്ട്രിയിൽ അയണിങ് ചെയ്യുന്നൊരു സെക്ഷനാണിത്. അപ്പം അവരുടേത് കണ്ടോ, ഇതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് അല്ലേ, ഇത് കുറച്ചും കൂടെ താഴെയാണ്, ഇത് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്. ഇതിൽ ഹൈറ്റ് ആയി കഴിഞ്ഞാലോ കൈ കുറച്ചും കൂടെ പൊന്തിച്ച് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആവില്ല. കുറച്ചും കൂടെ ഹൈറ്റ് ആയി കഴിയുമ്പോൾ, കുറച്ചും കൂടെ താഴ്ന്ന് ഹൈറ്റ് കുറഞ്ഞാലും നമുക്കിത് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിനൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് വേണം നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല കമ്പ്യൂട്ടറിൽ ഇതിലിപ്പോൾ ആണെങ്കിൽ കണ്ട ബില്ലിംഗ് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുടെ ഇരിക്കുന്നതാണെങ്കിൽ ആളുടെ നേരെ ആവണം ഈ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ കുനിഞ്ഞിരുന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിലിരുന്നിട്ട് നോക്കിയിട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെയാണ് ഒരാളുടെ വർക്കിംഗ് പ്ലേസ് അയാൾക്ക് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണെന്ത് എർഗണോമിക്സ്. ഇതുണ്ടോ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് അസസ് ദ ഫിറ്റ് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ദ ടെക്നോളജി. ഒരു പേഴ്സൺ ടെക്നോളജിയെ എങ്ങനെ ഇതാക്കുക കൊണ്ടുപോകാം, അതിന് ഒരു അഡ്വാൻറ്റേജ് ആണിത്. പിന്നെയോ ജോബ് അല്ലെങ്കിൽ നമുക്കുള്ളൊരു വർക്ക്, അതും ഡിമാൻഡ് ഓഫ് യൂസർ, ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള യൂസറിൻ്റെ ഒരു ഡിമാൻഡിനെയൊക്കെ എന്ത് ചെയ്യുക, ഇതൊരു റിലേഷൻ ഉണ്ട്. ഇതിൽ കണ്ടോ ഈ ഒരു ആളിരുന്ന് വർക്ക് ചെയ്യുമ്പം ആളുടെ പോസ്റ്റർ കണ്ടോ തീരെ കൺവീനിയൻ്റ് അല്ല അല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ഇങ്ങനെ കുനിഞ്ഞു വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നോക്കൂ, ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മളിത് കറക്റ്റ് ഇതിനെക്കുറിച്ച് ശരിക്കും സ്റ്റഡി നടത്തിയിട്ട് വേണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ സെക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് ഓരോ വർക്ക് സ്റ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക, സെപ്പറേറ്റ് ക്യാബിൻ പോലെയൊക്കെ ഉണ്ടാവും അല്ലേ. കമ്പ്യൂട്ടർ വെക്കുന്ന ടേബിളിനൊരു ഹൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ കീബോർഡ് വെക്കുന്നത് തൊട്ട് താഴെ ആയിരിക്കും, നമ്മളിരിക്കുന്ന ഒരു ചെയറിനൊരു ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ സ്റ്റാൻഡേർഡിലല്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നോക്കാം. ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. കുറച്ചും കൂടെ ഹൈലി എഫേർട്ട് പ്ലാനിങ് വേണം. എല്ലാത്തിലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ കറക്റ്റ് സംഭവങ്ങളൊക്കെ എടുത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പിന്നെയോ നന്നായിട്ട് പ്ലാൻ ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെ വെക്കണം, അല്ലെ ഇന്നതാവണം. ഇത് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. പിന്നെയോ ഇത് ലോങ്ങർ സ്റ്റഡി പീരീഡ് ഈസ് റിക്വയർഡ്. കാരണം ഓരോ കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ വർക്കിംഗ് പ്ലേസ് സെറ്റ് ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള പഠനം നടത്തണം. എന്നാൽ മാത്രമേ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ കംഫർട്ടബിൾ ആവുമെന്ന് അറിയാം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണെങ്കിലും ഇതൊരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇത് അറിയുന്നത് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഇൻഡസ്ട്രികളിൽ കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളിത് ഓരോ സ്റ്റഡി നടത്തി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്, കുറേ ടൈം എടുക്കും. പക്ഷേ ടൈം എടുത്താലും എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പക്ഷേ കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഇത്രയും ടൈം എടുത്താലും ഇതൊക്കെ വീക്ക്നെസ് ആണ്, എർഗണോമിക്സ് കൊണ്ടുള്ള വീക്ക്നെസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പക്ഷെ നല്ല ഒരു പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും വരിക. ജോബ്, അതായത് എംപ്ലോയീസിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അപ്പം പ്രൊഡക്ഷൻ കൂട്ടും, പ്രോഫിറ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം, അതായത് എർഗണോമിക്സിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള വീക്ക്നെസ്, ഇത് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് ഇത്രയും ടൈം എടുക്കുന്നതുകൊണ്ട് കുറച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യണം.
പിന്നെ ഒരുപാട് സ്റ്റഡി ആവശ്യമുണ്ട്. ഇത് അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ എർഗണോമിക്സിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, എർഗണോമിക്സ്. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. വൺ വേർഡിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.